മന്ത്രി വി അബ്ദുറഹ്മാൻ തിരൂരിലേക്ക് മാറിയതിനെ തുടർന്ന് സിപിഎം പുതിയ സ്ഥാനാർത്ഥിയെ പരീക്ഷിച്ച താനൂരിൽ ലീഗിലെ പി കെ നവാസിന് മുൻതൂക്കമെന്ന് സൂചനകൾ. മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മുന്നിലെത്തുമെന്നാണ് പ്രാഥമിക കണക്കുകൾ പ്രകാരം യുഡിഎഫിന്റെ കണക്കുകൂട്ടൽ. താനൂർ നഗരസഭയും താന്നാളൂർ, ചെറിയമുണ്ടം, പൊന്മുണ്ടം, ഒഴൂർ, നിറമരുതൂർ പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് താനൂർ മണ്ഡലം. വി അബ്ദുറഹ്മാൻ തിരൂരിലേക്ക് മാറിയതിനെ തുടർന്ന് പുതുമുഖമായ മുഹമ്മദ് സമീർ ആയിരുന്നു താനൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി. സ്വതന്ത്രനായി ലോറി ചിഹ്നത്തിലാണ് സമീർ വോട്ട് തേടിയത്. ഇത്തവണ താനൂരിൽ സ്ഥാനാർത്ഥി നിർണയം മുതൽ ലീഗ് മുന്നിലായിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ താനൂരിൽ സ്ഥാനാർത്ഥിയായി MSF നേതാവായ പി കെ നവാസിനെ പ്രഖ്യാപിച്ചിരുന്നു. പ്രചാരണ പ്രവർത്തനങ്ങളും അതിവേഗം ആരംഭിച്ചിരുന്നു. എന്നാൽ CPM ഒരാഴ്ചയിലേറെ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് സിറ്റിംഗ് MLA ആയ വി അബ്ദുറഹ്മാന്റെ പകരക്കാരനായി മുഹമ്മദ് സമീറിനെ കണ്ടെത്തിയത്. ആദ്യം വി അബ്ദുറഹ്മാനെ തന്നെയാണ് CPM താനൂരിലേക്ക് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായിരുന്നില്ല. അതിനാൽ ദിവസങ്ങളോളം ഇടതുമുന്നണിയുടെ പ്രചാരണ രംഗം ശൂന്യമായിരുന്നു. തുടക്കത്തിൽ അബ്ദുറഹ്മാനെ അനുനയിപ്പിച്ച് താനൂരിൽ തന്നെ മത്സരിപ്പിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു CPM നേതൃത്വം. എന്നാൽ മലപ്പുറത്തെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയ അബ്ദുറഹ്മാൻ തിരൂർ മണ്ഡലം ചോദിച്ചു വാങ്ങി. അതോടെ താനൂരിൽ സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യമുയർന്നു. പിന്നെയും ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലായിരുന്നു മുഹമ്മദ് സമീറിനെ തീരുമാനിച്ചത്. സ്ഥാനാർത്ഥി മാറ്റം തിരിച്ചടിയായെന്ന് CPM കേന്ദ്രങ്ങളും അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ ഇത് തങ്ങളെ ബാധിച്ചിട്ടില്ലെന്നും മണ്ഡലം നിലനിർത്താനാകുമെന്നുമാണ് CPM കേന്ദ്രങ്ങളുടെ വാദം. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ CPM കോട്ടകളിലെല്ലാം UDF വൻ വിജയം നേടിയിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ഇത്തവണയും SDPI മത്സരിച്ചിരുന്നില്ല. ഭരണവിരുദ്ധ തരംഗം കൂടിയുള്ളതിനാൽ വൻ വിജയം ലഭിക്കുമെന്നാണ് UDF പ്രതീക്ഷ. 1.25 ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് വിജയിക്കുമെന്നാണ് പ്രാഥമിക കണക്കുകൂട്ടൽ. താനൂർ നഗരസഭയിലും ചെറിയമുണ്ടം, ഒഴൂർ, പൊന്മുണ്ടം പഞ്ചായത്തുകളിലും വൻ ലീഡ് ലഭിക്കുമെന്നാണ് UDF പ്രതീക്ഷ. നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. CPM ശക്തി കേന്ദ്രമായ നിറമരുതൂരിൽ ഒപ്പത്തിനൊപ്പം എത്തുമെന്നും കണക്കുകൂട്ടുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ലീഗ് പൊളിച്ചടുക്കിയ ഇടത് ശക്തി കേന്ദ്രമായ താന്നാളൂരിലും ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു. എന്നാൽ സ്ഥാനാർത്ഥി പുതുമുഖമാണെങ്കിലും പ്രചാരണത്തിൽ അത് ബാധിച്ചിട്ടില്ലെന്നാണ് CPM കേന്ദ്രങ്ങൾ പറയുന്നത്. 10 വർഷത്തിനിടെ മണ്ഡലത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ച് വോട്ട് നേടിയതിനാൽ മികച്ച പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നും വിജയിക്കുമെന്നും നേതാക്കൾ പറയുന്നു. 2021 1000-ൽ താഴെ വോട്ടുകൾക്കാണ് ഇവിടെ അബ്ദുറഹ്മാൻ വിജയിച്ചിരുന്നത്. യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ് ആയിരുന്നു അന്ന് എതിരാളി. ഇത്തവണ താനൂരിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് മുത്തുക്കോയ തങ്ങളെ ലീഗ് മത്സരിപ്പിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. തങ്ങൾക്ക് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് താനൂരിലെ ലീഗ് പ്രവർത്തകർക്കിടയിലുണ്ടായ എതിർപ്പുകൾ മുതലെടുത്ത് മുത്തുക്കോയ തങ്ങളെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് വരെ ഒരു വേള CPM ശ്രമിച്ചിരുന്നു. മുത്തുക്കോയ തങ്ങൾ പാർട്ടി തീരുമാനത്തിനൊപ്പം ഉറച്ചുനിന്നതോടെ CPM കണക്കുകൂട്ടലുകൾ തെറ്റി. UDF പ്രചാരണത്തെ മുഴുവൻ സമയവും നയിച്ചത് മുത്തുക്കോയ തങ്ങളായിരുന്നു. ലീഗ് കോട്ടയായിരുന്ന താനൂർ 2016-ൽ അട്ടിമറിയിലൂടെ വി അബ്ദുറഹ്മാൻ പിടിച്ചെടുക്കുകയായിരുന്നു. തുടർന്ന് 2 തവണ മണ്ഡലം നിലനിർത്തി. ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കണമെന്ന് ലീഗും UDFും നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്നു. മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചത് UDFിന്റെ പ്രതീക്ഷകൾക്ക് ശക്തിയേകുന്നതാണ്. എഡിറ്റർ ലൈവ്, താനൂർ. നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.